ഹായ് ഹലോ ഇസ്മി ടി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം. പല ടീമുകാർ നേരിട്ട് എവിക്ഷൻ പ്രക്രിയയിലൂടെ റോക്കിയെ ഔട്ടാക്കി. റോക്കി ബിഗ് ബോസിൽ നിന്ന് പുറത്താകാം. എന്താണ് കാരണം നമുക്ക് നോക്കാം. അതായത് എന്താ കാരണം എന്ന് വെച്ചാൽ രാവിലെ തന്നെ റോക്കിക്ക് പവർ ടീമുകാർ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ രാവിലെ ഉറങ്ങിപ്പോയി. അപ്പോൾ പട്ടി കുറയ്ക്കുന്ന സൗണ്ടൊക്കെ ഇട്ടു. അപ്പോഴത്തേനും എന്നാ ജാസ്മിന് ഒരു ശിക്ഷ അവർ കൊടുത്തില്ല. അതിൽ റോക്കിക്ക് വളരെയധികം ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ റോക്കി പറഞ്ഞു പവർ ടീമുകാർക്ക് പവറില്ല, അവർ നേരാവിധം ഒന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പവർ ടീമിൽ കയറും, പവർ റൂമിൽ കയറും എന്നൊക്കെ പറഞ്ഞ് പവർ റൂമിൽ കയറി അലമാരിൽ നിന്ന് ചാവിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് അവരൊരു ശിക്ഷ കൊടുത്തിരുന്നു. പവർ ടീമുകാർ റോക്കിക്ക് 3 ദിവസത്തേക്ക് ടോയ്ലറ്റ് ഒറ്റയ്ക്ക് കഴുകണം എന്നുള്ളതായിരുന്നു അവരുടെ ശിക്ഷ. എന്നാൽ റോക്കിയുടെ സംസാര രീതിയെ പറ്റിയൊക്കെ ജാസ്മിനും ഗബ്രിയും കൂടി റസ്മുല്ലായിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചത്. ആദ്യം തന്നെ ബിഗ് ബോസ് പറഞ്ഞ എല്ലാവരും ടീം തിരിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ എല്ലാവരും ടീം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇരുന്നതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതൊരു ഫാമിലിയും കുട്ടികളും ഒക്കെ കാണുന്ന ഒരു പ്രോഗ്രാമാണ്, ഇതിൻ്റെ അന്തസ്സ് കളയരുത്, ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. പിന്നെ ഇതൊരു വ്യക്തിഗത ഗെയിം ആണ്, അല്ലാതെ ഗ്രൂപ്പ് കളിക്കാനോ അല്ല സൗഹൃദമോ വ്യക്തിബന്ധങ്ങളുമായിട്ട് കൂട്ടിയണിച്ച് കളിക്കാനോ ഒന്നും ഉള്ളതല്ലാന്ന് ബിഗ് ബോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ആ വ്യക്തിബന്ധങ്ങളോ സൗഹൃദങ്ങൾക്കോ വേണ്ടിയുള്ളതല്ല എന്ന് പറയുന്നത് തന്നെ ജാസ്മിനും ഗബ്രിയും ഉദ്ദേശിച്ചാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ അവർക്ക് ഇതുവരെ അതിനെപ്പറ്റി മനസ്സിലായിട്ടില്ല എന്നതാണ് പ്രധാന കാരണം. പിന്നെ റോക്കിയോട് പറയുന്നുണ്ട്, റോക്കി എല്ലാം കൊള്ളാം, പക്ഷേ ഇന്നലെ ചെയ്തത് വളരെ തെറ്റായ കാര്യമാണ്. അതായത് ഒരു പ്രോപ്പർട്ടി പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് പണിഷ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പവർ ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഒരു പണിഷ്മെൻറ്റ് റോക്കിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗബ്രി നല്ലൊരു ഗെയിമർ തന്നെയാണ്. ഒരിക്കലും ജാസ്മിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഗബ്രിയുടെ ഗെയിമും കൂടി ഡൗൺ ആയി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് തീരുമാനം എടുക്കാൻ പവർ ടീമിനോട് പറഞ്ഞിട്ടുണ്ട്, റോക്കിക്കുള്ള പണിഷ്മെൻ്റ് എന്നാണ്. അപ്പോഴത്തേന് ഇവരെല്ലാവരും പവർ റൂമിൽ പോയിട്ട് ഗബ്രിയും ജാസ്മിനും ജാൻമണിയും യമുനയൊക്കെ കൂടിയിട്ട് തീരുമാനം എടുക്കണം, ശ്രീരേഖയൊക്കെ കൂടിയിട്ട്. അപ്പം ഗബ്രി എടുത്തിടുന്നുണ്ട്. ഗബ്രി എടുത്തിട്ടതാണ്, തീരുമാനം എന്താണെന്ന് എടുക്കണം. ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പാർഷ്യാലിറ്റി ആയിട്ട് എടുത്തതുപോലെ തോന്നും, അല്ലെങ്കിൽ ഞാൻ അവരോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് ഒരു തീരുമാനം എടുത്തതുപോലെ ആകും. ഞാൻ പറയത്തില്ല, നിങ്ങൾ തന്നെ തീരുമാനം എടുക്കും, നിങ്ങൾ തന്നെ ശിക്ഷ വിധിക്കണം എന്നാണ് ഗബ്രി പറയുന്നത്. അപ്പോൾ യമുന പറയുന്നുണ്ട്, പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം. അങ്ങനെ എവിക്ഷൻ കൊടുക്കാം, എവിക്റ്റ് ആക്കാം എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നു. അപ്പോൾ ശ്രീരേഖ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ നിങ്ങളെന്താണ് നോമിനേഷൻ ചെയ്യാന്നാണോ നിങ്ങൾ പറയുന്നത്? ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാന്നാണോ പറയുന്നത്? എവിറ്റ് ആക്കാന്നാണോ പറയുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഇതിലേക്ക് ചോദിക്കുന്നത്. കാര്യം എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പവർ റൂമിൽ പറയുന്ന കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന കാര്യങ്ങളും അല്ലല്ലോ. ഇവർ പുറത്ത് പോകുമ്പോഴത്തേക്കും ഇവരെല്ലാവരും മറ്റുള്ളവരോട് കൂടുതലും എന്താ പുറത്ത് ഇനി ഇവരൊക്കെ ഫാൻസ് ഉണ്ടോ, പേടിച്ചിട്ടാണോ എന്തോ അറിയില്ല, എല്ലാവരും വളരെ സോഫ്റ്റായിട്ട് വളരെ കൂട്ടുകൂടി പോകുന്നൊരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അകത്ത് നിന്ന് പറയുന്ന തീരുമാനം ഒരിക്കലും പുറത്ത് വരുമ്പോഴത്തേക്കിനും അവർ പ്രാവർത്തികമാക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ജാൻമണി അപ്പം തന്നെ പറയുന്നുണ്ട്, നമുക്കൊരിക്കലും ഒരാളെ എവിക്റ്റ് ചെയ്യാനൊന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല, അതിനുള്ള പവർ നമുക്കില്ല. നമുക്ക് മാക്സിമം ജയിലിൽ ആക്കാനുള്ളൊരു ജയിൽ നോമിനേഷൻ കൊടുക്കാനുള്ളൊരു അധികാരം മാത്രമേ നമുക്കുള്ളൂ. കാരണം അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇവർ പവർ ടീമിൽ നിന്ന് പുറത്താകാൻ വേറെ ആൾക്കാർ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ഇവരെ അതുപോലെ എവിക്റ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അത് പേടിച്ചിട്ട് തന്നെ ആയിരിക്കും ജാൻമണി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും അങ്ങനെ വന്നു. അപ്പോൾ അവസാനം ലിവിംഗ് ഏരിയയിൽ എല്ലാവരും വന്ന് ബിഗ് ബോസ് തീരുമാനം എന്താണെന്ന് ജാൻമണിയോട് ചോദിച്ചു. അപ്പോഴത്തേക്കും ജാൻമണി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ റോക്കി ചെയ്തത് വലിയ തെറ്റാണ്, ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്, പക്ഷേ ഞങ്ങൾ റോക്കിക്ക് കൊടുക്കുന്നത് ജയിൽ നോമിനേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബിഗ് ബോസ് പറഞ്ഞു, ഇനി തീരുമാനം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അങ്ങ് പോയി. അതിന് ഗബ്രി ആകെപ്പാടെ ദൈവമേ അവിടെ പറഞ്ഞ കാര്യമല്ലല്ലോ ഇവിടെ പറഞ്ഞത് എന്നുള്ള രീതിയിലായി ചിന്ത. ഏതായാലും പിന്നെ അവരുടെ സംസാരങ്ങൾ വന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് പറഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോയിക്കൊള്ളുക, ഞാൻ തീരുമാനം എടുത്തോളാമെന്ന് പറഞ്ഞു. അത് എനിക്കിതൊന്നും അല്ല മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ജാസ്മിനും ഗബ്രിക്കും ഇത്രയ്ക്കും ബുദ്ധിയില്ലാതായോ? അവരെ പറ്റിയിട്ടാണ് ബിഗ് ബോസ് ഒരു പരാമർശം ഉന്നയിച്ചത് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുഞ്ഞു കുട്ടികളാണ് അവർ. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്രയോ പേര് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തൊരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ പേഴ്സണലി അവർക്ക് നല്ല ഗെയിമറാണ്, അവിടെ കളിക്കുന്നത് നന്നായിട്ട് തന്നെയാണ്. എന്നിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല, അവരെ പറ്റിയിട്ടൊരു നെഗറ്റീവ് പോയിട്ടാണ് ഇങ്ങനെ അവരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കാരണം അവരവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പുറത്തോട്ട് പോയിട്ടുണ്ടാവുമോ, അതൊക്കെ കണ്ടിട്ടായിക്കൂടെ പറഞ്ഞത് എന്നൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ പാടുള്ളതേ ഉള്ളൂ. പക്ഷെ അവരതിനൊന്നും മെനക്കെടാതെ തന്നെ റോക്കിയെ കുറ്റം പറയാനും റോക്കിയെ മാത്രമാണ് ബിഗ് ബോസ് പരാമർശിച്ചത് എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും ഇനി എന്താണ് സംഭവിക്കുന്നതെന്നും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. ടാറ്റ.